Laura Mulvey's essay Visual Pleasure and Narrative Cinema was published in 1975. It was the most influential essay in feminist film theory. എങ്ങനെയാണ് ക്ലാസിക്കൽ സിനിമ വിമനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വ്യൂവേഴ്സ് ആ സിനിമ കണ്ടിട്ട് എങ്ങനെയാണ് അതിൽ നിന്നും പ്ലഷർ അനുഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ആ ഒരു എസ്സേയിൽ പറയുന്നത്. അപ്പോൾ ഇതാദ്യം പബ്ലിഷ് ചെയ്യുന്നത് സ്ക്രീൻ എന്ന പേരുള്ള ജേർണലിലാണ്. എന്താണ് സ്ക്രീൻ? ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിങ് ദ റൈസ് ഓഫ് സെക്കൻഡ് വേവ് ഫെമിനിസം. So Mulvey uses ideas from psychoanalysis, especially from Sigmund Freud and Jacques Lacan. So her aim is to analyze how cinema reflects patriarchal ideology. സിനിമയിൽ പോലും ആ ഒരു പേട്രിയാർക്കിസം ഉണ്ട്. ആൻഡ് ഹൗ ഫിലിംസ് ഷേപ്പ് ദ വ്യൂവേഴ്സ് വേ ഓഫ് സീയിങ് വുമൺ. സ്ത്രീകളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് എസ്സേയിൽ നിന്നും മനസ്സിലാവുന്നത്. So Mulvey argues that classical Hollywood cinema is structured by a male gaze. ആ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൽ ഗേസ്. മെയിൽ ഗേസ് എന്ന് പറയുമ്പോൾ വിമൻ ഇൻ ഫിലിംസ് ആർ യൂഷ്വലി ഒബ്ജക്ട്സ് ഓഫ് വിഷ്വൽ പ്ലഷർ. അതായത് കാണാനുള്ള, നമ്മുടെ കണ്ണിന് മനോഹരമായിട്ട് വെക്കുന്ന ഒബ്ജക്റ്റുകൾ പോലെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. വൈൽ മെൻ ആർ ആക്റ്റീവ് ഏജൻറ്റ്സ് ഹു ഡ്രൈവ് ദ നറേറ്റീവ്. എന്നാൽ ആ ഫിലിമിൻ്റെ മെയിൻ നറേറ്റീവ്, കഥ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? ആക്റ്റീവ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. ജസ്റ്റ് വിമൻ അതിന് ആ ഒരു ചേരുവ പോലെയാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് പോലെ. സോ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് മെയിൽ ഗേസ് എന്ന് പറയുന്നത് ഒരു ഫേമസ് കോൺസെപ്റ്റാണ്. അതായത് ഫിലിംസ് ആർ മെയ്ഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ഹെട്രോസെക്ഷൽ മെയിൽ വ്യൂവർ. അതായത് ഒരു ഹെട്രോസെക്ഷൽ, അതായത് പെണ്ണുങ്ങളോട് ആകർഷണം തോന്നുന്ന ഒരു പുരുഷൻ്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് സിനിമകൾ ഉണ്ടാകുന്നത്. സോ വിമൻ അവിടെ ദേ ആർ ഡിസ്പ്ലൈഡ് ഫോർ വിഷ്വൽ പ്ലഷർ ആൻഡ് മെൻ കൺട്രോൾ ദ സ്റ്റോറി ആൻഡ് ആക്ഷൻ. സോ ഇതിന് ഈ ഗെയ്സിന്, ഈ മെയിൽ ഗെയ്സിന് തന്നെ 3 ലെവലാണുള്ളത്. ഒന്ന് ക്യാമറ ഗെയ്സ്, അതായത് എങ്ങനെ ക്യാമറ ഈ ഒരു ഫീമെയിൽ ബോഡിയെ പ്രസൻറ്റ് ചെയ്യുന്നു, ഹൗ ദ ക്യാമറ പ്രസൻറ്റ്സ് എ ഫീമെയിൽ ബോഡി. സെക്കൻഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഗെയ്സ് ആണ്, അതായത് ആ മെയിൽ ക്യാരക്ടർ എങ്ങനെ ആ വിമനെ നോക്കിക്കാണുന്നു, ലുക്കിംഗ് അറ്റ് വിമൻ. പിന്നെ തേർഡ് സ്പെക്ടേറ്റർ ഗെയ്സ് ആണ്, അതായത് ഓഡിയൻസ് എങ്ങനെ വ്യൂ ചെയ്യുന്നു, ഓഡിയൻസ് വ്യൂവിങ് ദ വിമൻ ആസ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ക്യാമറ ഗെയ്സ്, character gaze and spectator gaze. So thus the audience is positioned to identify with the male perspective. അപ്പോൾ ഓഡിയൻസ് ആ ഒരു മെയിൽ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ സിനിമ കാണുന്നത്. ശരിക്കും ഒരു ക്രിറ്റിസിസം ഉണ്ടാക്കുന്ന ഒരു എസ്സേ തന്നെയാണ്. വാട്ട് അബൌട്ട് ദ ഫീമെയിൽ ഓഡിയൻസ്? ഫീമെയിൽ ഓഡിയൻസിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് പറ്റി അവിടെ പറയുന്നില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്. സ്കോപ്പോഫീലിയ എന്ന് പറയുന്ന പ്ലഷർ ഇൻ ലുക്കിംഗ്. ഈ ഒരു ഐഡിയ എടുത്തിരിക്കുന്നത് ഫ്രോയിഡിൻ്റെ കോൺസെപ്റ്റിൽ നിന്നാണ്. സോ ഇറ്റ് മീൻസ് പ്ലഷർ ഇൻ ലുക്കിംഗ് അറ്റ് അതേഴ്സ് ആസ് ഒബ്ജക്ട്സ്. അതായത് മറ്റുള്ളവരെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കാണുക, നമുക്ക് പ്ലഷർ തരുന്ന വെറും ഒരു ഒബ്ജക്റ്റ്. സോ സിനിമ എൻകറേജസ് ദിസ് പ്ലഷർ ത്രൂ ഒന്ന് ക്ലോസപ്പിൽ കാണിക്കുക, അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റിലൂടെ കാണിക്കുക, അങ്ങനെ ഫോക്കസ് ചെയ്യുക, ഫീമെയിൽ ബോഡി ഫോക്കസ് ചെയ്യുക, ഇതൊക്കെയാണ്. സോ വിമൻ ബിക്കം വിഷ്വൽ സ്പെക്ടക്കിൾസ് ആണ് റാദർ ദാൻ നറേറ്റീവ് ഏജൻറ്റ്സ്. ആ ഒരു സ്റ്റോറി ആയിട്ടോ ആക്ഷനായിട്ടോ വിമൻ അവിടെ യാതൊരു റോളും ഇല്ല, കുറവാണ്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഡാൻസ് സീനായിരിക്കാം, അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള എൻട്രൻസസ് ആയിരിക്കാം, സ്റ്റൈലൈസ്ഡ് ഷോട്ട്സ് ഓഫ് ആക്ട്രസസ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. സോ വിമൻ ആസ് ഇമേജ് വേഴ്സസ് മാൻ ആസ് ബെയർ ഓഫ് ദ ലുക്ക്. ഇവിടെ വിമൻ, മൾവിയുടെ ഒരു ഫേമസ് ക്ലെയിം ഉണ്ട്, മാൻ ഇസ് എ ബെയറർ ഓഫ് ദ ലുക്ക്, വിമൻ ഇസ് ദ ഇമേജ്. സോ ഇവിടെ മാൻ ആക്റ്റീവാണ്, വിമൻ പാസീവാണ്. മാൻ ആണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്, ഡ്രൈവ്സ് സ്റ്റോറി. വിമനെ വെറും ഒരു സ്പെക്ടക്കിളായിട്ടാണ് കാണിക്കുന്നത്, ഡിസ്പ്ലേഡ് ആസ് സ്പെക്ടക്കിൾ. ആൻഡ് മാൻ കൺട്രോൾസ് ദ ഗേസ്. അവിടെ വിമൻ ജസ്റ്റ് ഒരു വിഷ്വൽ പ്ലഷറായിട്ട് മാറുകയാണ്. ഇടയ്ക്ക് ആ ഒരു നറേറ്റീവിനെ ഇൻറപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒരു ഇടയ്ക്ക് നമ്മൾ ഒരു സ്പൈസി ഫീലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു
വിമണിനെ കൊണ്ടുവരുന്നത്. സോ ദ സിനിമ റെയിൻഫോഴ്സസ് പേട്രിയാർക്കൽ പവർ സ്ട്രക്ചേഴ്സാണ് അവിടെയും ഉള്ളത്. ഇനി അടുത്തതാണ് 2 ടൈപ്സ് ഓഫ് വിഷ്വൽ പ്ലഷറാണുള്ളത്. അതൊരു 2 സൈക്കോളജിക്കൽ മെക്കാനിസം കൂടിയാണ് ഇൻ ഫിലിം വ്യൂവിങ്. ഒന്ന് വോയറിസ്റ്റിക് പ്ലഷർ, അതായത് വാച്ചിങ് സംവൺ വിത്തൗട്ട് ബീയിങ് സീൻ. അതായത് നമ്മൾ നോക്കുന്ന ആൾ അറിയുന്നില്ല നമ്മൾ അയാളെ നോക്കുന്നുണ്ട് എന്നുള്ളത്. സോ വി ആർ വാച്ചിങ് സംവൺ ബട്ട് ദാറ്റ് സംവൺ ഇസ് നോട്ട് അവെയർ ദാറ്റ് വി ആർ വാച്ചിങ് ഹിം ഓർ ഹർ. ഓക്കെ, അതാണ് ഒരു സുഖം. ആൻഡ് വിമൻ ബിക്കം ഒബ്ജക്ട്സ് അണ്ടർ ഒബ്സർവേഷൻ. വിമനാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കൺട്രോൾ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെയുള്ളത് ഫെറ്റിഷിസ്റ്റിക് സ്കോപ്പോഫീലിയാണ്. അതായത് വിമൻ ആർ ടേൺഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സ് ടു റിമൂവ് ആങ്സൈറ്റി. അതായത് ഫിലിമിൻ്റെ ആ ഒരു ആക്ഷൻ സമയത്ത് നമുക്ക് ആങ്സൈറ്റിയൊക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിമനെ കൊണ്ടുവരുന്നത്. ആൻഡ് ദ ഫീമെയിൽ ബോഡി ബിക്കംസ് എ ഫെറ്റിഷ് ത്രൂ ഗ്ലാമർ, കോസ്റ്റ്യൂംസ്, ലൈറ്റിംഗ് ഒക്കെ വരുന്നതാണ്. സോ ഇതാണ് വോയറിസ്റ്റിക് പ്ലഷറും അതുപോലെ തന്നെ ഫെറ്റിഷിസ്റ്റിക് സ്കോപ്പോഫീലിയ. അടുത്ത ഒരു ടേമാണ് കാസ്ട്രേഷൻ ആങ്സൈറ്റി. അതായത് മൾവി അപ്ലൈസ് ഫ്രോയിഡിയൻ തിയറി ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ദ ഫീമെയിൽ ബോഡി കോസസ് കാസ്ട്രേഷൻ ആങ്സൈറ്റി ഇൻ ദ മെയിൽ സൈക്കി. അതായത് സിനിമ റിവോൾവ്സ് ദിസ് ആങ്സൈറ്റി. സിനിമയിൽ ഈ ഒരു ആങ്സൈറ്റി ഉണ്ട്. 2 രീതിയിലാണ്. ഒന്ന് പണിഷ്മെൻറ്റ് ഓർ കൺട്രോൾ ഓഫ് വിമൻ. വിമനെ കൺട്രോൾ ചെയ്ത് വെക്കുക, വളരെ പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ രണ്ടാമത്തേത് ഐഡിയലൈസേഷൻ ആൻഡ് ഫെറ്റിസൈസേഷൻ ഓഫ് വിമൻ. സോ ഇത് ഒരു മെയിൽ സൈക്കിയിലുണ്ടാകുന്ന വികാരങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ. മൾവി മെയിൻലി ക്രിട്ടീക്സ് കൂടുതലും ഹോളിവുഡ് ഫിലിംസ് 1930s ആൻഡ് 1950s ഹോളിവുഡ് ഫിലിംസ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ മെയിൽ ഹീറോ ആണ് പ്ലോട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഫിലിം ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒരു റൊമാൻറ്റിക് ഒരു ക്യാരക്ടേഴ്സായിട്ടാണ് വരുന്നത്, ജസ്റ്റ് ഫോർ പ്ലഷർ. ആൻഡ് പിന്നെ നറേറ്റീവ് പെർസ്പെക്റ്റീവും മാസ്കുലിൻ തന്നെയാണ്. ഇവിടെ എടുത്ത് പറയുന്ന എക്സാമ്പിൾസ് ഓഫൻ സൈറ്റഡ് ബൈ ക്രിട്ടിക്സ് പറയുന്ന ആക്ട്രസ് എന്ന് പറയുന്ന മർലിൻ മൺറോയും റീറ്റ ഹേവർത്തും ഒക്കെയാണ്. സോ മൾവി സജസ്റ്റ് ഫെമിനിസ്റ്റ് ഫീമെയിൽ മേക്കേഴ്സ് ഷുഡ് ഡിസ്ട്രോയ് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സിനിമാറ്റിക് പ്ലഷറിനെ ഡിസ്ട്രോയ് ചെയ്യണമെന്നാണ് ലോറ മൾവി പറയുന്നത്. അപ്പോൾ ഷി കോൾസ് ഫോർ ഓൾട്ടർനേറ്റീവ് സിനിമ. മറ്റു രീതിയിലുള്ള മറ്റ് പെർസ്പെക്റ്റീവിലുള്ള ഫിലിംസ് വരട്ടെ, സാധാരണ ഉള്ളതിൽ ഈ ഒരു നറേറ്റീവ് സ്ട്രക്ചർ മാറട്ടെ, മെയിൽ ഗെയ്സിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫിലിംസ് വരട്ടെ. സോ ദിസ് വുഡ് ക്രിയേറ്റ് എ ന്യൂ ഫെമിനിസ്റ്റ് ഫിലിം ലാംഗ്വേജ് തന്നെ കൊണ്ടുവരും. സോ ഇതാണ് ലോറ മൾവിയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ. ജെൻഡർ ട്രബിൾ, ഫെമിനിസം ആൻഡ് സബ്വേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി, ജൂഡിത്ത് ബട്ട്ലറിൻ്റെ 1990 വർക്കാണ്. അതിലെ എസ്സേ ആണ് സബ്ജക്റ്റ് ഓഫ് സെക്സ്, ജെൻഡർ, ഡിസയർ. സോ ഈ ഒരു ചാപ്റ്ററിൽ ബട്ട്ലർ ക്വസ്റ്റ്യൻസ് ദ ട്രഡീഷണൽ ഫെമിനിസ്റ്റ് അസംഷൻ ദാറ്റ് ദർ ഇസ് എ സ്റ്റേബിൾ കാറ്റഗറി കോൾഡ് വിമൻ. സ്ത്രീ എന്ന് പറയുന്ന ഒരു സിംഗിൾ കാറ്റഗറി ഉണ്ടോ എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു അസംഷനെ ചോദ്യം ചെയ്യാണ്, ചലഞ്ച് ചെയ്യാണ്. ഷി ആർഗ്യൂസ് ദാറ്റ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സംതിങ് നാച്ചുറൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് അല്ല, അത് സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് പ്രാക്ടീസസ് വഴി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ എന്താണ് ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ സബ്ജക്റ്റ് ആരാണ് എന്നാണ് ബട്ട്ലർ ചോദിക്കുന്നത്. സോ ട്രഡീഷണൽ ഫെമിനിസം അനുസരിച്ച് ഒരു ഫെമിനിസത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിമനാണ്. ബട്ട് ബട്ട്ലർ ആർഗ്യൂസ് ദാറ്റ് ദിസ് കാറ്റഗറി ഒരിക്കലും സ്റ്റേബിൾ അല്ല, ഇറ്റ് ഇസ് നോട്ട് സ്റ്റേബിൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ അല്ല. ഡിഫറെൻറ്റ് വിമൻ എക്സ്പീരിയൻസ് ഉണ്ട് ജെൻഡർ ഡിഫറെൻ്റ്ലി, അത് ഡിപ്പെൻഡിങ് ഓൺ ദ റേസ്, ക്ലാസ്, സെക്ഷുവാലിറ്റി ആൻഡ് കൾച്ചർ അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഫെമിനിസം ഒരു സിംഗിൾ വുമൺ എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ഐഡൻറ്റിറ്റിയിൽ ഒതുങ്ങുന്നതല്ല.
അപ്പോൾ ഒരു ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറയുന്ന അതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ടേമാണ്, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത്. ഇനി ജെൻഡർ എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ റോളാണ്, അതായത് മസ്കുലിൻ ഫെമിനിൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. ഇനി ഡിസയർ എന്ന് പറയുന്നത് സംതിങ്, ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷനാണ്. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങിൽ അത് ഹെട്രോസെക്ഷുവലാണ്, ആൺ പെൺ എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു നാച്ചുറൽ ഓർഡറായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മെയിൽ മസ്കുലിനാണ്, ഡിസയർ ഫോർ വിമൻ, അതുപോലെ ഫീമെയിൽ ഫെമിനിൻ ആണ്, ഡിസയർ ഫോർ മെൻ. അപ്പോൾ ഇതാണ് നമുക്കറിയാവുന്ന ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ തന്നെയാണ്, ഈ ഒരു ഹെട്രോ നോർമേറ്റിവിറ്റി, ഇത് നോർമലാണ് എന്ന് ആണല്ലോ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ളൊരു തോട്ട്. അതായത് ഹെട്രോസെക്ഷുവാലിറ്റി ഈസ് നാച്ചുറൽ ആൻഡ് നോർമൽ. അപ്പോൾ ഇവിടെയാണ് ബട്ട്ലറിൻ്റെ ക്രിട്ടീക്ക് അല്ലെങ്കിൽ ചാലഞ്ച് വരുന്നത്. ഈ സെക്സ് എന്ന് പറയുന്നത് നാച്ചുറലാണ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് കൾച്ചറലാണ് എന്നുള്ളതാണ് അസംഷൻ. സോ ഷീ ആർഗ്യൂസ് ദാറ്റ് ഈവൻ സെക്സ് ഇസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ത്രൂ ഡിസ്കോഴ്സ്. എല്ലാം സോഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ്, ഒന്നും ഫിക്സ്ഡ് അല്ല. So this idea is influenced by the philosophy of Michael Foucault വെച്ചിട്ടാണ്. Foucault showed that power and discourse shape how societies define sexuality and the body. പവർ ആൻഡ് ഡിസ്കോഴ്സ് ആണ് ഈ ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ബോഡിയെ ഡിഫൈൻ ചെയ്യുന്നത്. Even what we think of as biological sex is interpreted through cultural systems. So ഇവിടെ ജെൻഡർ ആസ് പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമേറ്റിവിറ്റി ആണെന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഐഡിയ ആണ് ബട്ട്ലറിൻ്റെ ജെൻഡർ പെർഫോമേറ്റിവിറ്റി. അതായത് ജെൻഡർ ഇസ് നോട്ട് സംതിങ് വി ആർ, നമ്മൾ എന്താണ് എന്നുള്ളതല്ല, നമ്മളെന്ത് സ്ഥിരമായി ചെയ്യുന്നു. ജെൻഡർ ഇസ് സംതിങ് വി റിപ്പീറ്റഡ്ലി ഡു. ഫോർ എക്സാമ്പിൾ ക്ലോത്തിങ്, ഗെസ്റ്റേഴ്സ്, സ്പീച്ച്, സോഷ്യൽ റോൾസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. സോ സൊസൈറ്റി ക്രിയേറ്റ്സ് എ ഇല്യൂഷൻ ഓഫ് എ സ്റ്റേബിൾ ജെൻഡർ ഐഡൻറ്റിറ്റി. ശരിക്കും എ പേഴ്സൺ ഇസ് നോട്ട് ബോൺ ഫെമിനിൻ, ദേ ബിക്കം ഫെമിനിൻ ത്രൂ സോഷ്യൽ റെപ്പറ്റീഷൻ ഓഫ് ജെൻഡർ നോംസ്. ഒരു മനുഷ്യനിൽ രണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ആരും ഫിക്സ്ഡായിട്ട് നാച്ചുറലായിട്ട് ജനിക്കുന്നില്ല. സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പെർഫോമൻസിലൂടെയാണ് അവരൊരു കാറ്റഗറിയിലേക്ക് വരുന്നത്. സോ ദ പ്രോബ്ലം വിത്ത് ദ കാറ്റഗറി വിമൻ എന്താണ്? ബട്ട്ലർ ആർഗ്യൂസ് ദാറ്റ് ഫെമിനിസം ഓഫൺ അസ്യൂംസ് വിമൻ ഷെയർ എ കോമൺ ഐഡൻറ്റിറ്റി, ബട്ട് ദിസ് എക്സ്ക്ലൂഡ്സ് മെനി പീപ്പിൾ. അതായത് വിമനിൽ തന്നെ പിന്നെയും വിമൻ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ലെസ്ബിയൻ വിമൻ, ട്രാൻസ്ജെൻഡർ പീപ്പിൾ, നോൺ ബൈനറി ഐഡൻറ്റിറ്റീസ്. സോ അങ്ങനെ വരുമ്പോൾ വിമൻ കാറ്റഗറി ബിക്കം റെസ്ട്രിക്റ്റീവ് ആൻഡ് എക്സ്ക്ലൂഷണറി. ഇനി അടുത്തൊരു ടേമാണ് ഹെട്രോസെക്ഷുവൽ മെട്രിക്സ്. ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് എ cultural system that organizes identity according to 3 rules. Biological sex determines gender, gender determines desire, and desire must be heterosexual. As society expects എന്താണ്? മെയിൽ masculine desire for women, ഫീമെയിൽ feminine desire for men. So ഇനി ഇതിൽ നിന്ന് ഈ ഒരു പാറ്റേണിന് ഡീവിയേറ്റ് ചെയ്താൽ they are treated as abnormal or unnatural. So ഇവിടെ ബട്ട്ലറിൻ്റെ എയിം എന്താണ്? ഷീ ഡസ് നോട്ട് റിജക്റ്റ് ഫെമിനിസം, ഇൻസ്റ്റെഡ് ഷീ വോണ്ട്സ് ഫെമിനിസം ടു ക്വസ്റ്റ്യൻ ഫിക്സ്ഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആൻഡ് ഷുഡ് അലൗ ഫ്ലൂയിഡ് ആൻഡ് മൾട്ടിപ്പിൾ ജെൻഡർ ഐഡൻറ്റിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യണം, അലൗ ചെയ്യണം, ആൻഡ് റെസിസ്റ്റ് റിജിഡ് ജെൻഡർ നോംസ്. സോ ഹർ ഗോൾ ഇസ് ലിബറേഷൻ ഫ്രം റെസ്ട്രിക്റ്റീവ് ജെൻഡർ കാറ്റഗറീസ്.